യെസ്, അവസാനം നമ്മൾ ഇത്രയും ദിവസങ്ങൾ വീഡിയോയിലൂടെയും പല രീതിയിലൂടെയും നമ്മൾ ഓരോ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തതിന് ഒരു ആശ്വാസമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതും ഉറപ്പില്ല. ഈ വീഡിയോക്ക് താഴെയും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. യെസ്, നമ്മൾ വിചാരിച്ചത് ഒരു ദിവസം വെച്ച് 2 എക്സാം നടത്തുമെന്നാണ്. അത് നടത്തരുത് എന്നാണ് നമ്മൾ ഓരോ ദിവസങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രി കാണുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് വിദ്യാർത്ഥികളുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ഓരോ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തത്. അതിനൊരു ആശ്വാസം വന്നിരിക്കുകയാണ്. ഇനി ഒരു ദിവസം 2 എക്സാം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പകരം 19-ാം തീയതി സ്കൂൾ അടക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യമുണ്ടായിരുന്നു, അങ്ങനെയെങ്കിൽ നമ്മുടെ വെക്കേഷൻ എങ്ങാനും കുളമായി പോവോ? കുറച്ച് എക്സാം ആദ്യം നടത്തി കുറച്ച് എക്സാം വെക്കേഷന് ശേഷം നടത്തിയാൽ അതും ഒരു പ്രയാസമാണ്. ഈ 2 പ്രയാസവും നമ്മൾ തുറന്നു കാണിച്ചിരുന്നു. ശരിക്കും അതിലൊരു വിജയം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. വിജയം കണ്ടു എന്നല്ല, ഒരു ആശ്വസിക്കാനുള്ള ഒരു വകുപ്പാണ്. 15-ാം തീയതി മുതൽ 23-ാം തീയതി വരെ ഒറ്റഘട്ടമായിട്ട് എക്സാം നടക്കും. എന്നിട്ട് 23-ാം തീയതിയാണ് നിങ്ങൾക്ക് വെക്കേഷൻ തരുന്നത്. പിന്നീട് ജനുവരി 5-ന് സ്കൂൾ വീണ്ടും തുറന്ന് പ്രവർത്തിക്കും. സാധാരണഗതിയിൽ നമ്മുടെ ഡിസംബർ 19-ാം തീയതി വെക്കേഷൻ തന്നിട്ട് നമ്മുടെ 28-ാം തീയതി തന്നെ ഓപ്പൺ ആക്കുന്ന രൂപത്തിലായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഒറ്റഘട്ടമായിട്ട് തന്നെ എക്സാം നടത്തണം. എക്സാമിനും ബാധിക്കരുത്. കുട്ടികളുടെ ഒരു മാനസിക സമ്മർദ്ദത്തിൻ്റെ രൂപത്തിലുള്ള എക്സാം നടത്തരുതെന്നും പിന്നെ അതുപോലെ തന്നെ വെക്കേഷനെ ബാധിക്കരുതും എന്നുള്ള രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാർ ഒരു യോഗത്തിൽ പങ്കെടുത്ത് ആ യോഗത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പക്ഷേ ഇനിയും അത് മാറാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യമാണ്. നിങ്ങളിത് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ രൂപത്തിൽ തന്നെ എക്സാം നടത്തിയാൽ മതിയെന്ന്. കാരണം ഈ രൂപം എനിക്ക് തോന്നിയത് ഇതൊരു ആശ്വാസം തന്നെയാണ്, ഒരു ഹാപ്പി ന്യൂസ് തന്നെയാണ്. കാരണം വലിയ പ്രയാസങ്ങളില്ല, നമുക്ക് പഠിക്കാനും സമയമുണ്ട്. സാധാരണ 11-ാം തീയതി അല്ലെങ്കിൽ 8-ാം തീയതിയൊക്കെ എക്സാം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആകെ ടെൻഷനായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ടെൻഷനെ പഠിക്കാൻ ഇനി സമയമില്ലല്ലോ. അത് ഡിസംബർ 1-ലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അതിലേറെ ടെൻഷനായിരുന്നു. പിന്നീട് ഒരു ദിവസം 2 എക്സാം വെച്ച് നടത്തുന്നുണ്ടപ്പോൾ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൂടി. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ വലിയ പ്രയാസമില്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ മതി, ഈ ടൈം ടേബിൾ മതി, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ടൈം ടേബിൾ ഇട്ടാൽ മതി. അതാകുമ്പോൾ വെക്കേഷന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള എക്സാമിന് പഠിക്കാനും നമ്മളെ കൊണ്ട് കഴിയും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഠിച്ചാൽ മതി. നിങ്ങളെ നമ്മൾ എന്തായാലും പഠിപ്പിച്ചിരിക്കും. എജുപോർട്ട് കൂടെ തന്നെയുണ്ട് മക്കളെ. അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റ് താഴെ രേഖപ്പെടുത്തുക. ഒരിക്കലും ഒരാൾ പോലും കമന്റ് ഇടാതെ ജസ്റ്റ് ലൈക്ക് ചെയ്ത് മാത്രം പോകുന്ന രൂപത്തിലാക്കരുത്. ഇതെന്തായാലും കമന്റ് വേണം. കാരണം ഞാനൊരാൾ ഇവിടെ നിന്നുകൊണ്ട് കുറേ ശബ്ദിച്ചുകൊണ്ട് കാര്യമില്ല. എൻ്റെ ഒരു ശബ്ദം അല്ലെങ്കിൽ എജുപോർട്ടിൻ്റെ ഒരു ശബ്ദം അത് വിദ്യാർത്ഥികളുടെ ശബ്ദമാണെന്ന് നമ്മുടെ ഈ പറയുന്ന ജനപ്രതിനിധികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന MLA-മാരും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് തന്നെയാണ് വിലപ്പെട്ടത്. അതുകൊണ്ട് മക്കളെ, ഈ വീഡിയോക്ക് നിങ്ങളുടെ ലൈക്കും വേണം. അതുപോലെ തന്നെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ലൈക്കും വേണം, നിങ്ങളുടെ കമൻറ്റും വേണം. അപ്പോൾ എങ്ങനെ മക്കളെ കാര്യങ്ങൾ അടിച്ചു പൊളിക്കേണ്ട, നമുക്ക് സെറ്റാക്കേണ്ട ഈ രൂപത്തിൽ തന്നെ. അതായത് 15-ാം തീയതി മുതൽ 23-ാം തീയതി വരെയുള്ള ഒറ്റഘട്ടത്തിൽ തന്നെ നടക്കണം. ഹയർ സെക്കൻഡറിയുടെ ചിലപ്പോൾ 2 എക്സാം വെക്കേഷന് ശേഷമായിരിക്കും ഹയർ സെക്കൻഡറിൻ്റെ കാര്യത്തിൽ കേട്ടോ. അപ്പോൾ അതും കൂടി എന്ത് ചെയ്ത് നോക്കുള്ളൂ, അത് ഉറപ്പില്ല. മിക്കവാറും നിങ്ങളതും ഇതുപോലെ തന്നെ നടത്തും. അതായത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട് നടക്കും. 15-ൻ്റെയും 23-ൻ്റെയും ഇടയിൽ തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം, സെറ്റാക്കാം, ഹാപ്പി ആയിരിക്കാം. താങ്ക് യു.